മുൻ KPCC എക്സിക്യൂട്ടീവ് അംഗവും MLA-യുമായിരുന്ന PP സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ട് CPM-ലെത്തിയത് കോൺഗ്രസിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് KPCC സെക്രട്ടറി MN ഗോപി. സുലൈമാൻ റാവുത്തർ കോൺഗ്രസിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. വിമത പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. റാവുത്തർ CPM-ന് വലിയ ദുരിതമായി മാറുമെന്നും MN ഗോപി റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുമ്പ് KPCC എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചിരുന്ന മുൻ MLA കൂടിയായ PP സുലൈമാൻ റാവുത്തർ KPCC രൂപീകരിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അംഗമായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഈ സ്ഥാനം രാജിവെച്ച് CPM-ലേക്ക് എത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സുലൈമാൻ റാവുത്തറിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം ഇടത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമെന്ന LDF നേതൃത്വം വ്യക്തമാക്കുമ്പോൾ ഇത് പൂർണ്ണമായി തള്ളുകയാണ് കോൺഗ്രസ്. സുലൈമാൻ റാവുത്തർ കോൺഗ്രസിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചയാളല്ല, വിമത പ്രവർത്തനം നടത്തിയിരുന്നയാളാണ്. രാഷ്ട്രീയ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുവാൻ കോൺഗ്രസിനെ ഉപയോഗിക്കുകയാണ് സുലൈമാൻ റാവുത്തർ ഇതുവരെ ചെയ്തതെന്നും KPCC സെക്രട്ടറി MN ഗോപി. PP സുലൈമാൻ റാവുത്തർ ഒരിക്കലും കോൺഗ്രസിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല. 80 മുതൽ ഇടുക്കിയിലെ കോൺഗ്രസിനെ എതിർക്കുന്ന രാഷ്ട്രീയ സമീപനമായിരുന്നു സുലൈമാൻ റാവുത്തർ സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഇടതുപക്ഷ മുന്നണിയിൽ സ്പേസ് ഇല്ല വന്നപ്പോൾ, സ്ഥാനങ്ങളില്ല വന്നപ്പോൾ അദ്ദേഹത്തെ സിറ്റിംഗ് MLA സ്ഥാനത്ത് മാറ്റി ജനതാദളിൽ മറ്റൊരാൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ പുള്ളി അപ്പോഴും വിമതനായി മത്സരിക്കുകയും അതിനുശേഷം രാഷ്ട്രീയ ഒറ്റപ്പെടലുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ ഉപയോഗിച്ചത്. കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ച റാവുത്തർക്കെതിരെ നിരവധി തവണ ഇടുക്കി DCC നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുലൈമാൻ റാവുത്തർ എത്തിയത് CPM-ന് വലിയ ദുരിതമായി മാറുമെന്നും MN ഗോപി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു CPM-ലേക്കുള്ള പോക്ക് അത് CPM-ന് ഒരു വലിയ ദുരന്തം വരാൻ പോകുന്നു എന്നല്ലാതെ കോൺഗ്രസിനെ അത് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ബാധിക്കുന്ന കാര്യമല്ല. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തുന്നയാളാണെന്ന് പറഞ്ഞ് സുലൈമാൻ റാവുത്തറെ കോൺഗ്രസ് നേതൃത്വം തള്ളുമ്പോൾ റാവുത്തറെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഇറക്കി നിലനിർത്തുവാനാണ് ഇടത് ക്യാമ്പിന്റെ നീക്കം. റിപ്പോർട്ടർ, ഇടുക്കി.